ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത്ത് പ്രകാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹാർഡ് 70 ഡേ ചലഞ്ചിൻ്റെ ഡേ 23 ആൻഡ് ഡേ 24 കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ 70 ഡേയ്സിന് വേണ്ടി ഹാർഡ് 70 ഡേ ചലഞ്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഓരോ സബ്ജക്റ്റ് വെച്ച് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ്, ജോഗ്രഫി ഫിനിഷ് ചെയ്തു, ഹിസ്റ്ററി ഫിനിഷ് ചെയ്തു, പോളിറ്റിയുടെ എക്കണോമിയുടെയും കുറേ ടോപ്പിക്കുകൾ ഫിനിഷ് ചെയ്തു, പ്ലസ് കറണ്ട് അഫയേഴ്സും കുറേ ടോപ്പിക്ക് ഫിനിഷായി, സീസായിട്ടും ഫിനിഷായി. ഓക്കെ, നിങ്ങൾക്ക് 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴും നമ്മൾ ഈ സീരീസിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ നമുക്കറിയാം ഇന്നലെ എക്സാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയെന്നും കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എക്സാമിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ്. ഞാൻ ഇന്നലെ എക്സാം ദിവസമായിട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് എക്സാമിൻ്റെ കറക്റ്റ് ടൈമിങ് ഞാൻ പറഞ്ഞു. 9:30 to 11:30 ഒരു സ്ലോട്ടും, പിന്നെ 2:30 to 4:30 ഒരു സ്ലോട്ടും. ഓക്കെ, അത് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോവുക. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നെന്ന് പറയുന്നത് ഡേ 24 ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസമാണ് ഏതിൻ്റെ, ആർട്ട് ആൻഡ് കൾച്ചറും പിന്നെ അതുപോലെ ആൻഷ്യനും മിഡീവലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതായാലും ഇതിൻ്റെ കൂടെ തന്നെ മോഡേൺ ഇന്ത്യ ഇതും കൂടെ ചേർത്ത് ഹിസ്റ്ററി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇത്രയും സ്റ്റാറ്റിക് പഠിച്ചതിന് ശേഷം ഇതിനെ കറണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇവിടെ മറക്കരുത്. അതായത് നമ്മളെ ജൂൺ മുതൽ അടുത്ത ഫെബ്രുവരി വരെയുള്ള മന്ത്ലി മാഗസിനാണ് നമ്മളിപ്പം മെയിനായിട്ട് നോക്കുന്നത്. അടുത്ത മാർച്ചിൽ ഏപ്രിൽ ഒരു PT 365 ഒരു പാർട്ട് വരും, ഒരു അപ്ഡേറ്റഡ് വെർഷൻ വരും. അതിൻ്റെ 2 പാർട്ടായിട്ട് വരും. ഒന്ന് ജാനുവരി ഫെബ്രുവരിക്ക് വേണ്ടി വരും. അത് നമുക്ക് നോക്കണം. ഇത് മന്ത്ലി കവറാവും. പാർട്ട് 2 നോക്കും. അതിൽ മാർച്ചും ഏപ്രിലും 2 മാസം PT 365 അപ്ഡേറ്റഡ് വരും പാർട്ട് 2 ആയിട്ട്. അതൊരു 200 പേജാണ്. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മാർച്ചും ഏപ്രിലും കവർ ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനം എന്ത് ചെയ്യാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും സാധനത്തിൻ്റെ ഹിസ്റ്ററി പോർഷൻ, അത് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പോർഷൻ ഇതിൻ്റെ അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടുത്തെ പേഴ്സണാലിറ്റീസ്, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേഴ്സണാലിറ്റീസ് ആയാലും പിന്നെ ഇഷ്ടംപോലെ റിബല്യൻസ് ആയാലും അതൊക്കെ കുറച്ചുകൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് ന്യൂസിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടും. അതും കൂടെ കുറച്ച് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കൊരു റിവിഷനും കൂടെ ആവും. കാരണം ഇതിൻ്റെ സ്റ്റാറ്റിക് പോർഷൻ ഒന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ റിവോൾട്ടിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഏകദേശം 54 റിവോൾട്ടുകൾ നമുക്കുണ്ട്. സിവിൽ റിവോൾട്ടുകളായാലും ട്രൈബൽ റിവോൾട്ടുകളായാലും ഈ രാജാക്കന്മാരെ എല്ലാവരും കൂടി ചേർത്ത് ഏകദേശം 54 കൂടുതൽ റിവോൾട്ടുകളുണ്ട്. ഇത്രയും പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് ഓർത്ത് വെച്ചിരിക്കാൻ പറ്റില്ല ഓരോ റിവോൾട്ട് ആരൊക്കെയാണ് നേതാക്കന്മാരെന്ന്. അപ്പം നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് പഠിക്കണം. അതിൽ തന്നെ കുറച്ച് എക്സ്ട്രാ ഫോക്കസ് കൊടുക്കേണ്ട സാധനമാണ് ട്രൈബൽ റിവോൾട്ട്. ആണ് നമ്മുടെ UPSC പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ട്രൈബൽ റിവോൾട്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ കുറച്ച് ഫോക്കസ് ഏരിയയും കൂടെ കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്മൂത്ത് ഇൻ ദ സെൻസ് എന്താണ്, കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്ന ഏരിയസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ട്രൈബൽ റിവോൾട്ടിൽ എല്ലാം കറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. മറ്റ് ബാക്കിയുള്ള റിവോൾട്ടുകൾ കുറച്ച് ബേസിക് കുറച്ച് ഇൻഫർമേഷൻ, എവിടെയാണ് നടന്നത്, ആരാണ് ലീഡർ, എന്തിനാണ് നടന്നതെന്നെല്ലാം മാത്രം മതി. മറ്റേതിൽ കുറച്ചുകൂടെ സ്റ്റോറി കുറച്ചുകൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും എന്ത് ചെയ്യുക, കവർ ചെയ്യുമ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ സെക്ഷനിലായപ്പോൾ നമുക്ക് ബുദ്ധിസവും ജൈനിസമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇപ്പം സ്തൂപ, അതുപോലെ തന്നെ സാഞ്ചി സ്തൂപയുണ്ട്. പിന്നെ അവിടെ ചൈത്യ വിഹാര പോലത്തെ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ ആയപ്പോഴും ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ പോർഷനിലെ ആ ഫസ്റ്റ് ആർക്കിടെക്ചർ സ്കൾപ്ചറിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളായാലും. അപ്പോൾ അതുപോലത്തെ കുറച്ച് ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്ത് പഠിക്കുക. അല്ല നിതിൻ സിൻഹാനിയെ 1 to ലാസ്റ്റ് പേജ് വെച്ച് നമുക്ക് പഠിച്ച് റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേണും പിന്നെ അതുപോലെ കറണ്ട് അഫയേഴ്സും വെച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് മാത്രം അത് പഠിക്കുക. ഓക്കെ, പിന്നെ സീസായിട്ട് നമ്മൾ പെർമുറ്റേഷൻ കോമ്പിനേഷൻ പോലത്തെ വലിയ ടോപ്പിക്കുകളാണ് കഴിഞ്ഞ എക്സാമിന് നമ്മൾ എഴുതിയത്. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് സമയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് പോർഷൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ തൊട്ടായാലും നോക്കാം. ഓക്കെ, ഇത് 8 ഉള്ളൂ. നാളെ തൊട്ടായിരിക്കും നമുക്ക് എൻവയോൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന. എൻവയോൺമെൻറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സയൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഏകദേശം നമുക്കൊരു കവറേജ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണത് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് പോകുക. ഇപ്പോഴത്തെ മൊമെൻറ്റിനെ ഫോക്കസ് ചെയ്ത് പോകുക. ഇന്നത്തെ കാര്യം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എന്താണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് നോക്കാം. വേറെ ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ബ്രോഡ് പ്ലാൻ വയ്ക്കുക, എന്നിട്ട് ഇന്നത്തെ പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അത് മാത്രമായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടാർഗറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞാൽ സബ്ജക്റ്റ് PYQ ആണ് നമ്മുടെ സോൾ എന്ന് പറഞ്ഞത്. ഇത് വെച്ചാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഡയറക്ഷൻ തന്നെ പോകുന്നത്.
ഓക്കെ, അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിലുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും നന്നായിട്ട് നോക്കുക. എല്ലാം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ താങ്ക് യു.